യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് തിങ്കളാഴ്ച 2026 മെയ് 11-ാം തീയതി. ഇന്നലെ അമ്മമാരെ ഓർത്തു പലരും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ടാകും. ചില വീടുകളിൽ ഒരു ചെറിയ പൂവ് വച്ചു, ചിലർ ഫോട്ടോ എടുത്തു, ചിലർ അമ്മേ സ്നേഹമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് തിങ്കളാഴ്ച രാവിലെ വന്നപ്പോൾ വീണ്ടും അതേ അടുക്കള, അതേ പാത്രങ്ങളുടെ ശബ്ദം, അതേ വേഗം, കടം, അതേ മൗനം. ഇന്നലെ പറഞ്ഞ സ്നേഹവാക്കുകൾ ഒന്നു മങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലെ പഴയ വേദനകൾ തലപൊക്കുന്നു. ഒരു അമ്മ രാവിലെ ചായ ഒഴിക്കുമ്പോൾ ഇന്നലെ മകൻ അയച്ച ചെറിയ സന്ദേശം വീണ്ടും നോക്കിയേക്കാം. പക്ഷേ അവൻ ഇന്നും വീട്ടിൽ ശരിയായി സംസാരിക്കുന്നില്ല. ഒരു ഭാര്യ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ ക്ഷീണിച്ച മുഖം നോക്കി ഒന്നും ചോദിക്കാതെ നിൽക്കുന്നു. ഒരു അച്ഛൻ ജോലിക്ക് പോകാൻ ഷർട്ട് ധരിക്കുമ്പോൾ പോക്കറ്റിൽ ബസ് കാശ് മാത്രം ബാക്കി. മേശപ്പുറത്ത് സ്കൂൾ ഫീസിൻ്റെ പേപ്പർ, അലമാരയിൽ പഴയ വിസ ഫയൽ, മരുന്നിൻ്റെ കവറിൽ മടക്കി വെച്ച ബിൽ. ഇതെല്ലാം നടുവിൽ ഒരു വാക്ക് മാത്രം വീട്ടിനെ പൊട്ടിച്ചെറിയാൻ പോരാ. ചിലപ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ പറഞ്ഞ ഒരു കഠിനവാക്ക് പോലും ഒരു ഹൃദയത്തെ മുഴുവൻ ദിവസം വേദനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ സ്നേഹത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് അതീവ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വീടിനുള്ളിൽ കഠിനവാക്കുകൾ കൊണ്ട് മുറിവേറ്റ ഹൃദയങ്ങൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് എല്ലാം സഹിച്ചുകൊണ്ട് മൗനമായി കരയുന്ന അമ്മമാരുടെയും ഭാര്യമാരുടെയും കുടുംബഹൃദയങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വീട് തകരാൻ എല്ലായ്പ്പോഴും വലിയ ദുരന്തം വേണമെന്നില്ല. ചിലപ്പോൾ ദിനംപ്രതി കേൾക്കുന്ന ചെറിയ കടുപ്പങ്ങൾ മതി. നീ ഒന്നും ചെയ്യുന്നില്ല, നിനക്ക് മനസ്സിലാവില്ല, എനിക്ക് സമാധാനം തരൂ, എല്ലാത്തിനും നീ കാരണമാണ്. ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞു പോകുന്നില്ല. അവ ചുവരുകളിൽ പതിയുന്നു, അടുക്കളയിൽ പതിയുന്നു, ഭക്ഷണമേശയിൽ പതിയുന്നു, കുട്ടികളുടെ ചെവികളിൽ പതിയുന്നു. പിന്നെ വീട്ടിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിലും സ്നേഹം കേൾക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരാൾക്കുള്ളിൽ പറയാൻ തോന്നാം, അച്ഛാ, എൻ്റെ വീട്ടിൽ വലിയ വഴക്കില്ല, പക്ഷെ സമാധാനവും ഇല്ല. മറ്റൊരാൾ പറയും, ഞാൻ വേദനിച്ചിരിക്കുന്നു, എങ്കിലും സംസാരിച്ചാൽ വീണ്ടും പ്രശ്നമാകും എന്ന് ഭയമുണ്ട്. ഒരു അമ്മ പറയും, എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നു, പക്ഷേ അവസാനം കേൾക്കുന്നത് കുറ്റം മാത്രം. ഒരു മകൻ പറയും, അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല. ഒരു ഭർത്താവ് പറയും, എൻ്റെ ക്ഷീണം ആരും കാണുന്നില്ല. ഒരു ഭാര്യ പറയും, എൻ്റെ മൗനം പോലും ആരും കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൗനവേദന കർത്താവിനറിയാം. ഉയിർത്തെഴുന്നേറ്റ യേശു അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ കടന്നുവരുന്ന കർത്താവാണ്. അവൻ നമ്മുടെ വീടുകളുടെ പുറത്തു മാത്രം നിൽക്കുന്നില്ല. നാം ആരോടും പറയാത്ത വാക്കുകളുടെയും വിഴുങ്ങിപ്പോയ കണ്ണുനീരിൻ്റെയും പറഞ്ഞുപോയ കടുത്ത വാക്കുകളുടെ പാശ്ചാത്താപത്തിൻ്റെയും നടുവിലേക്കാണ് അവൻ വരുന്നത്. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാം വാക്യത്തിലൂടെയാണ്. പരസ്പരം ദയയുള്ളവരും കരുണയുള്ളവരുമായിരിക്കുവിൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ. ഈ വചനം കുടുംബങ്ങൾക്ക് മരുന്നാണ്. ദയ വേണം, കരുണ വേണം, ക്ഷമ വേണം. പക്ഷേ ഈ 3 കാര്യങ്ങളും നമ്മുടെ സ്വന്തം ശക്തിയിൽ എളുപ്പമല്ല. കാരണം വേദനിച്ച ഹൃദയം പെട്ടെന്ന് മൃദുവാകില്ല. അപമാനം കേട്ട മനസ്സ് പെട്ടെന്ന് മറക്കില്ല. വർഷങ്ങളായി അടിഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഭാരം ഒരു നിമിഷം കൊണ്ട് മാറില്ല. അതുകൊണ്ടാണ് നാം യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. യേശു ആദ്യം നമ്മെ ക്ഷമിച്ചു. അതുകൊണ്ട് നമുക്കും ക്ഷമിക്കാനുള്ള കൃപ അവനിൽ നിന്ന് ലഭിക്കും. പരിശുദ്ധ അമ്മ മറിയം ദയുള്ള വാക്കിൻ്റെ അമ്മയാണ്. അവൾ കാനായിലെ വിവാഹ വീട്ടിൽ കുറവ് കണ്ടപ്പോൾ ആരെയും അപമാനിച്ചില്ല. അവൾ പറഞ്ഞു തീർത്തത് ഒരു ചെറിയ വാക്കിലാണ്, അവർക്ക് വീഞ്ഞില്ല.
മാതാവ് ഒരാളുടെയും മാനത്തെ തകർക്കാതെ കുറവ് യേശുവിൻ്റെ മുമ്പിൽ വെച്ചു. ഇന്ന് അവൾ നമ്മുടെ വീടുകളെ നോക്കി യേശുവിനോട് പറയട്ടെ, ഈ വീട്ടിൽ മൃദുവായ വാക്കുകൾ കുറവാണ്. ഈ വീട്ടിൽ കേൾക്കാനുള്ള ക്ഷമ കുറവാണ്. ഈ അമ്മയുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു. ഈ അച്ഛൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. ഈ മക്കൾക്ക് സ്നേഹം വേണം. ഈ വീട്ടിൽ വീണ്ടും സമാധാനം നിറയണം. ഒരു വീടിൻ്റെ വാക്കുകൾ ചിലപ്പോൾ ഉപ്പുപോലെയാണ്. കുറച്ചാണെങ്കിൽ ഭക്ഷണത്തിന് രുചി തരുന്നു. കൂടുതലായാൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതുപോലെ സത്യം പറയേണ്ടതാണ്, തെറ്റ് തിരുത്തേണ്ടതാണ്. പക്ഷേ സ്നേഹമില്ലാതെ പറഞ്ഞാൽ സത്യവും മുറിവാകും. കരുണയില്ലാതെ പറഞ്ഞാൽ ഉപദേശവും ഭാരമാകും. പ്രാർത്ഥനയില്ലാതെ പറഞ്ഞാൽ വീട്ടിലെ സംഭാഷണം പോരാട്ടമായി മാറും. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചെറിയ സാക്ഷ്യമുണ്ട്. ഒരു അമ്മയും 2 മക്കളും. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്തിരുന്നു. പണം പതിവായി വരുമായിരുന്നില്ല. വീട്ടിൽ വായ്പയുണ്ടായിരുന്നു. മൂത്ത മകൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. ഇളയ മകൾ ചെറിയ കാര്യങ്ങൾക്കും കരയും. ആ അമ്മ രാവിലെ 5-ന് എഴുന്നേറ്റ് ഭക്ഷണം ഒരുക്കും. അടുക്കളയിൽ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ ബാങ്കിൻ്റെ സന്ദേശം വന്നാൽ അവളുടെ കൈവിറക്കും. ഒരു ദിവസം മകൻ അമ്മയോട് കടുപ്പമായി പറഞ്ഞു, എപ്പോഴും പണം, പഠനം, പ്രാർത്ഥന ഇതെല്ലാം മാത്രം പറയണ്ട. ആ വാക്ക് അമ്മയുടെ ഹൃദയത്തിൽ കുത്തുപോലെ വീണു. അവൾ അന്ന് മറുപടി പറഞ്ഞില്ല. പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം അടുക്കളയിലെ കസേരയിൽ ഇരുന്ന് കരഞ്ഞു. മേശപ്പുറത്ത് മകൻ്റെ പരീക്ഷാ ഹാൾ ടിക്കറ്റ്. അതിൻ്റെ അരികിൽ അമ്മ മടക്കി വെച്ച ചെറിയ ജപമാല. പാൽ തിളച്ച് അടുപ്പിൽ ചോർന്ന പാടുപോലും അവൾ തുടച്ചില്ല. അവൾ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഈശോയെ, എൻ്റെ വീട്ടിൽ വാക്കുകൾ മൃദുവാക്കണമേ. അടുത്ത ദിവസം എല്ലാം പെട്ടെന്ന് മാറിയില്ല. മകൻ ഉടനെ നല്ലവനായി മാറിയില്ല. കടം തീർന്നില്ല. ഭർത്താവിൻ്റെ വിളിയും വൈകി. പക്ഷേ ആ അമ്മ ഒരു ചെറിയ കാര്യം ചെയ്തു. മകനെ ശാസിക്കുന്നതിന് മുമ്പ് അവൾ മനസ്സിലൊരു വാക്ക് പറഞ്ഞു, ഈശോയെ, ആദ്യം എൻ്റെ വാക്ക് നീ കഴുകണമേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ മകനോട് ശാന്തമായി പറഞ്ഞു, എനിക്ക് കോപമല്ല മോനെ, എനിക്ക് ഭയമാണ്. ആ വാക്ക് കേട്ടപ്പോൾ മകൻ മിണ്ടാതെ നിന്നു. വൈകുന്നേരം അവൻ അടുക്കളയിൽ വന്നു ചോദിച്ചു, അമ്മ ചായ ഉണ്ടോ? അത് വലിയ അത്ഭുതമല്ല. പക്ഷേ വീട്ടിൽ ഒരു ചെറിയ വാതിൽ തുറന്നത് അന്നാണ്. അല്പാൽപമായി അവർ രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 മിനിറ്റ് മാത്രം. ചില ദിവസങ്ങളിൽ മകൻ ചൊല്ലിയില്ല. ചില ദിവസങ്ങളിൽ അമ്മയ്ക്ക് ക്ഷീണം. എങ്കിലൊരു മാറ്റമുണ്ടായി. വീട്ടിലെ ശബ്ദം കുറഞ്ഞു. കുറ്റം കുറച്ചു. കേൾക്കൽ കുറച്ചു കൂടിയിരുന്നു. ആ അമ്മ പിന്നീട് പറഞ്ഞു, അച്ഛാ, പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ടില്ല. പക്ഷേ വീട്ടിൽ ഇനി സംസാരിക്കാൻ ഭയം കുറവാണ്. പ്രിയപ്പെട്ടവരെ, ഇതും വലിയ കൃപയാണ്. വീട്ടിൽ വീണ്ടും സംസാരിക്കാൻ കഴിയുക, ക്ഷമ ചോദിക്കാൻ കഴിയുക, എനിക്ക് വേദനിച്ചു എന്ന് നിലവിളിക്കാതെ പറയാൻ കഴിയുക, എനിക്ക് ഭയമാണെന്ന് സമ്മതിക്കാൻ കഴിയുക. ദൈവം കുടുംബങ്ങളെ ഇങ്ങനെ സാവധാനം സൗഖ്യമാക്കുന്നു. ചിലപ്പോൾ ആദ്യം പണം വരില്ല, പക്ഷെ ശാന്തത വരും. ആദ്യം ജോലി കിട്ടിയില്ല, പക്ഷേ പ്രത്യാശ വരും. ആദ്യം മക്കൾ പൂർണ്ണമായി മാറിയില്ല, പക്ഷേ കേൾക്കാനുള്ള ചെറിയ മനസ്സ് വരും. ഇതെല്ലാം കൃപയുടെ തുടക്കമാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വാക്കുകൾ മുറിവാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കൂ. നീ പറഞ്ഞുപോയ കടുത്ത വാക്കുകളുണ്ടെങ്കിൽ അവയെ യേശുവിൻ്റെ കുരിശിനരികിൽ വെക്കൂ. നീ കേട്ട വേദനിപ്പിക്കുന്ന വാക്കുകളുണ്ടെങ്കിൽ അവയുടെ വിഷം നിന്റെ ഉള്ളിൽ സൂക്ഷിക്കരുത്. യേശുവിനോട് പറയൂ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, പക്ഷേ നീ എന്നെ സുഖപ്പെടുത്തണം. ഇപ്പോൾ ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. കഴിയുമെങ്കിൽ നിന്റെ കൈകൾ നിന്റെ അധരത്തിന്മേൽ ഒരു നിമിഷം മൃദുവായി വെക്കൂ. പിന്നെ കൈ നെഞ്ചിൽ വെക്കൂ. ഈ രണ്ടിടവും യേശുവിന് സമർപ്പിക്കൂ. നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയും
രണ്ടും കർത്താവ് സ്പർശിക്കട്ടെ. വീട്ടിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ കയ്യിൽ പിടിക്കാം. ഭക്ഷണമേശയരികിലാണെങ്കിൽ മേശയിൽ കൈവയ്ക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ 2 കൈകളും ചേർത്തു പിടിച്ചാൽ മതി. കർത്താവായ ഈശോയെ, ഈ തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ കരുണയുടെ മുമ്പിൽ വരുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ സമാധാനം നൽകിയവനെ, ഞങ്ങളുടെ വീടുകളിലെ കഠിനവാക്കുകളെയും മുറിവേറ്റ ഹൃദയങ്ങളെയും നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വീടിനുള്ളിൽ മിണ്ടാതെ കരയുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്തിട്ടും കുറ്റം മാത്രം കേൾക്കുന്നവരുടെ ഹൃദയം തൊടണമേ. ഭർത്താവിൻ്റെ ക്ഷീണവും ഭാര്യയുടെ വേദനയും മക്കളുടെ ഭയവും ഒരുമിച്ച് കുരുങ്ങിക്കിടക്കുന്ന വീടുകളിലേക്ക് നിന്റെ സമാധാനം വരണമേ. ഭക്ഷണമേശയിൽ മൗനമായി ഇരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. ഒരേ വീട്ടിൽ താമസിച്ചിട്ടും ഹൃദയത്തിൽ ദൂരെയായിരിക്കുന്നവരെ ഓർക്കണമേ. കർത്താവെ, നമ്മുടെ വാക്കുകൾക്ക് സൗഖ്യം തരണമേ. കോപത്തിൽ പറഞ്ഞ വാക്കുകൾക്ക് പകരം കരുണയുള്ള വാക്കുകൾ വരട്ടെ. കുറ്റപ്പെടുത്തലിന് പകരം മനസ്സിലാക്കൽ വരട്ടെ. പരിഹാസത്തിന് പകരം ആദരവ് വരട്ടെ. അടച്ചുപൂട്ടിയ മൗനത്തിന് പകരം സ്നേഹമുള്ള സംഭാഷണം വരട്ടെ. വീട്ടിലെ ഓരോ മുറിയിലും സമാധാനത്തിൻ്റെ ശ്വാസം നിറയട്ടെ. ഈശോയെ, അപ്പന്മാരെ അനുഗ്രഹിക്കണമേ. കുടുംബത്തിൻ്റെ ഭാരം കൊണ്ട് ക്ഷീണിച്ചിട്ടും പറയാതെ സഹിക്കുന്ന അപ്പന്മാർക്ക് ശാന്തത തരണമേ. കടം, ജോലി, വാടക, വിസ, രോഗം, മക്കളുടെ ഭാവി ഇവയൊക്കെ കൊണ്ടുള്ള സമ്മർദ്ദം അവരുടെ വാക്കുകളെ കടുപ്പമാക്കാതിരിക്കട്ടെ. അമ്മമാരെ അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീർ നിരാശയായി മാറാതിരിക്കട്ടെ. അവർക്ക് ഉറക്കം തരണമേ. ശരീരത്തിന് ശക്തി തരണമേ. മനസ്സിന് ആശ്വാസം തരണമേ. കർത്താവെ, മക്കളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളുടെ വാക്കിനുള്ളിലെ ഭയം മനസ്സിലാക്കാൻ കൃപ തരണമേ. പരീക്ഷയുടെ സമ്മർദ്ദത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് ജ്ഞാനം തരണമേ. തെറ്റായ കൂട്ടുകെട്ടിൽ പോയവരെ തിരിച്ചു വിളിക്കണമേ. പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ യുവഹൃദയങ്ങൾക്ക് നിന്റെ സ്നേഹത്തിൻ്റെ ചൂട് വീണ്ടും അനുഭവിപ്പിക്കണമേ. മൊബൈലിൻ്റെ അടഞ്ഞ ലോകത്തു നിന്ന് കുടുംബത്തിൻ്റെ മുഖങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ കൃപ തരണമേ. പരിശുദ്ധ അമ്മേ മറിയമേ, ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. നസ്രത്തിലെ വീട്ടിലെ മൃദുവായ സമാധാനം ഞങ്ങളുടെ വീടുകളിലേക്കും കൊണ്ടുവരണമേ. അടുക്കളയിൽ സംസാരിക്കുന്ന വാക്കുകൾ നീ അനുഗ്രഹിക്കണമേ. വാതിൽക്കൽ പറയുന്ന യാത്രവാക്കുകൾ നീ അനുഗ്രഹിക്കണമേ. രാത്രിയിൽ ക്ഷീണിച്ച ശബ്ദത്തിൽ പറയുന്ന വാക്കുകൾ നീ അനുഗ്രഹിക്കണമേ. മുറിവേൽപ്പിച്ച പഴയ വാക്കുകളുടെ ഓർമ്മയിൽ കരയുന്നവരെ നീ യേശുവിൻ്റെ കരുണയിൽ പൊതിയണമേ. മാതാവേ, ഇന്ന് ഞങ്ങളുടെ വീടുകളിൽ നീ അമ്മയായി നിൽക്കണമേ. ആരെങ്കിലും ഒരുപാട് സഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസം തരണമേ. ആരെങ്കിലും ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പാശ്ചാത്താപം തരണമേ. ആരെങ്കിലും ക്ഷമിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയം മൃദുവാക്കണമേ. ആരെങ്കിലും ക്ഷമ ചോദിക്കാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അധരത്തിൽ വിനയം തരണമേ. കർത്താവെ, എഫേസോസുകാർക്ക് നൽകിയ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. പരസ്പരം ദയയുള്ളവരും കരുണയുള്ളവരുമാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ക്രിസ്തുവിൽ ഞങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ കൃപ തരണമേ. ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തോൽക്കുന്നു എന്ന ഭയം നീക്കണമേ. ക്ഷമ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മാനമില്ലാതാകുന്നു എന്ന അഭിമാനം നീക്കണമേ. സ്നേഹമാണ് വീട്ടിൻ്റെ യഥാർത്ഥ മാനമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, ഇന്ന് ആരെങ്കിലും വീട്ടിൽ പറയാതെ ഇരിക്കുന്ന വേദന ഉണ്ടെങ്കിൽ ആ വേദന നിന്റെ മുമ്പിൽ തുറക്കട്ടെ. ആരെങ്കിലും അമ്മയോട് കടുപ്പമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകാനുള്ള വിനയം തരണമേ. ആരെങ്കിലും മക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്തു പിടിക്കാൻ കൃപ തരണമേ. ഭർത്താവും ഭാര്യയും തമ്മിൽ വാക്കുകൾ കൊണ്ട് മതിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ മതിൽ നിന്റെ സ്നേഹത്തിൽ ഇടിഞ്ഞു വീഴട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ കുടുംബത്തിലെ ഒരാളുടെ പേര് കർത്താവിൻ്റെ മുമ്പിൽ പറയൂ. നിനക്ക് ക്ഷമിക്കേണ്ട ഒരാളുടെ പേരായിരിക്കാം. നിനക്ക് ക്ഷമ ചോദിക്കേണ്ട ഒരാളുടെ പേരായിരിക്കാം. അല്ലെങ്കിൽ മൗനമായി വേദനിക്കുന്ന നിന്റെ സ്വന്തം പേരായിരിക്കാം. യേശു കേൾക്കുന്നു.
അവൻ കുറ്റം ചുമത്താൻ വന്നതല്ല, അവൻ സൗഖ്യം നൽകാൻ വന്നതാണ്. ഇന്ന് കമൻറ്റിൽ നിന്റെ പേരെഴുതാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സമാധാനം വേണം എന്നെഴുതാം, ഞങ്ങളുടെ വാക്കുകൾ സൗഖ്യമാകണം എന്നെഴുതാം, അമ്മയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് എഴുതാം, ഭർത്താവും ഭാര്യയും തമ്മിൽ സമാധാനം വേണം എന്നെഴുതാം, മക്കളുടെ മാറ്റത്തിനായി പ്രാർത്ഥിക്കണം എന്നെഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമന്റ് സ്ഥലം മുറിവേറ്റ വാക്കുകൾ യേശുവിൻ്റെ കരുണയിൽ സമർപ്പിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്നൊരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കൈ അധരത്തിന്മേൽ വെച്ച് ശാന്തമായി 3 പ്രാവശ്യം പറയൂ, ഈശോയെ, എൻ്റെ വാക്കുകൾക്ക് നിന്റെ ദയ തരണമേ. പിന്നെ കൈ നെഞ്ചിൽ വെച്ച് പറയൂ, ഈശോയെ, എൻ്റെ മുറിവുകൾക്ക് നിന്റെ സൗഖ്യം തരണമേ. ഇത്രമാത്രം. വലിയ വാക്കുകൾ വേണ്ട, ഹൃദയസത്യത്തോടെ പറഞ്ഞാൽ മതി. കർത്താവ് കേൾക്കും. ഈ പ്രാർത്ഥന നിന്റെ വീട്ടിൽ മാത്രം അടച്ചുവെക്കരുത്. നിന്റെ ഫോൺ ഇന്ന് ദൈവവചനത്തിൻ്റെ ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നലെ വീട്ടിൽ പറഞ്ഞ കടുത്ത വാക്കിനാൽ വേദനിക്കുന്ന ഒരമ്മയ്ക്ക് ഇത് ആശ്വാസമായി എത്താം. സംസാരിക്കാൻ മടിക്കുന്ന ഒരു മകന് ഇത് ധൈര്യമായി മാറാം. ഭർത്താവും ഭാര്യയും തമ്മിൽ മൗനം നിറഞ്ഞ ഒരു വീട്ടിൽ ഇത് സമാധാനത്തിൻ്റെ ആദ്യ വാക്കായി മാറാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ വീടുകളിൽ വലിയ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മൃദുവാക്കും, നമ്മുടെ മുഖം മൃദുവാക്കും, നമ്മുടെ ഓർമ്മകൾ മൃദുവാക്കും. വീട്ടിൽ വീണ്ടും ക്ഷമിക്കണം എന്ന വാക്ക് ജനിപ്പിക്കും. വീണ്ടും ഭക്ഷണം കഴിച്ചോ എന്ന സ്നേഹചോദ്യം തിരിച്ചു കൊണ്ടുവരും. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന ചെറിയ ക്ഷണം നൽകും. നിന്റെ വീടിൻ്റെ വായുവിൽ സമാധാനം നിറയട്ടെ. നിന്റെ അധരങ്ങളിൽ ദയയുടെ തൈലം പതിയട്ടെ. നിന്റെ ഹൃദയത്തിലെ പഴയ വാക്കുകളുടെ മുറിവുകളിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സൗഖ്യം ഇറങ്ങട്ടെ. മറിയത്തിൻ്റെ മൂടുപടം നിന്റെ കുടുംബത്തെ മൃദുവായി മൂടിക്കൊള്ളട്ടെ. നിന്റെ വീട്ടിലെ കഠിനവാക്കുകൾ കൃപയുടെ മൃദുവായ അനുഗ്രഹവാക്കുകളായി മാറട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും